നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമല്ല. എന്നാലും നമ്മൾക്ക് ഒരു ബോധമുണ്ടാകാൻ വേണ്ടി, നമ്മൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് വേണം എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചില വാർത്തകൾ കേൾക്കുന്ന സമയത്ത് അതിങ്ങനെയായിരിക്കാം: കുടുംബം മുഴുവനായിട്ട് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അച്ഛൻ മകളെ കൊന്നു, അമ്മ മകനെ കൊന്നു, നവജാത ശിശുവിനെ അമ്മ കിണറ്റിലെറിഞ്ഞു കൊന്നു, ആ ഒരു കുട്ടിയെ സംരക്ഷിക്കാനായിട്ട് അതിൻ്റെ ചെലവിന് വേണ്ടിയുള്ള പണമില്ലാത്തതിനാലാണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വന്നത് എന്നൊക്കെ ഇന്നൊരു വാർത്ത കേട്ടതേ ഉള്ളൂ. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്വയം ജീവൻ എടുക്കുന്നതിലേക്കും മറ്റുള്ള ആളുകളുടെ, തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ജീവൻ എടുക്കുന്നതിലേക്കുമൊക്കെ കാരണമായിട്ട് വരാറുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവർ കുറിപ്പിൽ എഴുതി വെക്കുന്നത്: ഞങ്ങൾക്ക് വലിയ കടമുണ്ട്, ഞങ്ങളുടെ വീട് ജപ്തി ഭീഷണിയിലാണ്. വലിയ വീടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് തകർന്ന ചില കാരണങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും ആ ഒരു നാണക്കേടിൽ നിന്ന്, ദുരഭിമാനത്തിൽ നിന്നൊക്കെയാണ് വളരെ മോശമായിട്ടുള്ള ഈ ഒരു ഡിസിഷൻ അവരെടുക്കുന്നത്. ഈ ഒരു സംഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും പല ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒരു പരിധിവരെയൊക്കെ അവർ പറയുന്ന കാര്യങ്ങളിൽ വലിയ ശരികളുണ്ട്. ഒരു വീട് ജപ്തി ഭീഷണിയിൽ നിൽക്കുകയാണ്, ദുരഭിമാനം കൊണ്ട് അല്ലെങ്കിൽ നാണക്കേട് ഭയന്നിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ്. ശരിക്കും ആ ഒരു വീട് വിട്ടുകൊടുത്ത് ഒന്നേ എന്ന് തുടങ്ങാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കാം. അവരിൽ ഒരാൾക്ക് ഒരു ജോലി ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേര് ജോലിക്ക് പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലായ്മയിൽ നിന്നിട്ടും കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളുടെ എക്സാമ്പിൾസ് ഉള്ളതുകൊണ്ട് കുറച്ച് മനക്കരുത്തുണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ച് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പലപ്പോഴും പല ആളുകളും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോഴും അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണിക്കുക. ആ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കാണിക്കുന്നതിനകത്താണ് ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ നഷ്ടമായിരിക്കാം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംരംഭകരും കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് കരകയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉറപ്പായ ഒരു സാഹചര്യത്തിലും ഇത് തുടങ്ങിപ്പോയല്ലോ, ആളുകൾ എന്ത് പറയുമെന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഇങ്ങനെ നടത്തി അവസാനം വരെ കയ്യിലുള്ള എല്ലാം നശിപ്പിച്ച് കളയും. എത്രയും പെട്ടെന്ന് നഷ്ടത്തിലുള്ള ഒരു ബിസിനസ് എത്രയും പെട്ടെന്ന് നിർത്തുന്നോ അതാണ് ഏറ്റവും ലാഭം എന്നുള്ളതാണ് സ്മാർട്ടായിട്ടുള്ള സംരംഭകർ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സംഗതി. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റിന് പറ്റില്ല. അതേപോലെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമാവുന്നത് നിങ്ങളുടെ വീടിൻ്റെ പേരിലുള്ള വലിയ കടമാണ്, അതിൻ്റെ ലോണാണ്. ആ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേന് ഇത് നടപടിയാവില്ല എന്ന് കണ്ട് ഇങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴും ഇത് വിൽക്കുക എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക്, വിറ്റിട്ട് ഒന്നേന്ന് തുടങ്ങുക എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് ആരും എത്താറില്ല. അതിൻ്റെയും പ്രൈമറി റീസൺ ആയിട്ട് അവർ പറയുന്നത് നാണക്കേടാണ്. ഞാനൊരു വീട് പണിതു, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായി, അത് വിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഈ ഒരു വീട് വിൽപ്പന വേളയിലടക്കം വീടിൻ്റെ വിലയിടിക്കാൻ വേണ്ടി, അങ്ങനെയാണല്ലോ മലയാളികൾ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെല്ലാം അങ്ങനെയാണ്. കച്ചവടത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, ഒരാൾ ഡൗൺ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കടം കയറി മുടിഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞ് മാക്സിമം വിലയിടിച്ചിട്ടായിരിക്കും ആ ഒരു വീട് കൈക്കലാക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുക. വിട്ടുകൊടുക്കാൻ ധാരാളം കാര്യങ്ങൾ, ചെലവ് കൺട്രോൾ ചെയ്യാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. അതിൽ പ്രധാനമായിട്ടുള്ളത് വാഹനമാണ്. പലപ്പോഴും പല ആളുകളും ആ ഒരു വാഹനം വിട്ടുകൊടുക്കാനായിട്ട് റെഡിയാവില്ല. ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വെച്ച് ആ ഒരു തീരുമാനത്തിലേക്ക് പോവില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം, പുതിയ സ്കൂളുകളിൽ ഭീമമായിട്ടുള്ള തുക ഫീസായിട്ട് കൊടുത്തിട്ടായിരിക്കും അവർ പഠിക്കുന്നത്. കുട്ടികളെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഫീസ് വേണ്ടാത്ത ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു ഡിസിഷൻ അവരെടുക്കില്ല. ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടിൽ കൂടെയാണ് നമ്മുടെ മലയാളികൾ പോകുന്നത്. ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് എന്താണ് പറയുന്നത്? ഒരു ക്ലാസ് ട്രാപ്പ് ആണ് എന്ന് നമുക്ക് പറയാം. മിഡിൽ ക്ലാസ് ട്രാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഇന്ന ക്ലാസ്സിലുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, ഞാൻ മിഡിൽ ക്ലാസ് ആണ്, ഞാൻ അപ്പർ മിഡിൽ ക്ലാസ് ആണ് എന്നൊക്കെ ആയിരിക്കും നമ്മളെക്കുറിച്ചിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം ആളുകളും അവർ ഇപ്പോഴുള്ള ക്ലാസിന്റെ തൊട്ട് മുകളിലായിരിക്കും അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മജോറിറ്റിയോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ അപ്പർ മിഡിൽ ക്ലാസ് ആണ്. ഇതിൻ്റെ ഒരു ഹൗസ് ഹോൾഡ് ഇൻകം ലിമിറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ലിമിറ്റിനെ കുറിച്ചിട്ടോ ഒന്നും പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. 6 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ആണ് എന്ന് പറയാം. നിങ്ങളുടെ ഹൗസ് ഹോൾഡ് ആനുവൽ ഇൻകം 6 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിഡിൽ ക്ലാസ് ആണോ? അല്ല. ഇവിടെയുള്ള പല കുടുംബങ്ങളുടെയും പല ആളുകളുടെയും ഹൗസ് ഹോൾഡ് ഇൻകം എന്ന് പറയുന്നത് 6 ലക്ഷത്തിൽ താഴെയാണ്. ഈ താഴെയായിട്ടുള്ള ആളുകളും സ്വയം മിഡിൽ ക്ലാസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഈ 15 ലക്ഷം വരെ ലിമിറ്റുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഇവർക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് ഇവർ നിർബന്ധിതരാകും. അങ്ങനെ നിർബന്ധിതരാകുന്ന സമയത്താണ് നമ്മളുടെ പരിധിയിൽ വലിയ ഒരു വീട് വരുന്നതും നമ്മൾക്ക് നിർബന്ധമായിട്ടും ഒരു കാറ് വരുന്നതും വീട്ടിൽ വേറെ കുറേയധികം കാര്യങ്ങളൊക്കെ വരുന്നതും. നിർബന്ധിതമാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽപ്പ് പോലും മറന്നിട്ടാണ് പല ആൾക്കാരും
പല രീതിയിൽ പല റിസ്കുകളും എടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു ഇൻകം ഡിഫറൻസ് ഉണ്ട് 6 to 15 എന്ന് പറയുന്നത്. 6 ലക്ഷമുള്ള ഒരു വ്യക്തി മിഡിൽ ക്ലാസ് ആയിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ തൻ്റെ ചെലവുകൾ ചുരുക്കി ഒരു പൂറായിട്ടുള്ള രീതിയിൽ സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. ഐഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാനായിട്ട് വാങ്ങുന്ന ഒരു ഫോൺ ബ്രാൻഡാണ്. ഐഫോണിൻ്റെ ഏറ്റവും മജോറിറ്റി കസ്റ്റമേഴ്സ് ആരാണ്? ഐഫോൺ എന്ന് പറയുന്നത് നമ്മളിൽ പല ആളുകളുടെയും 1 മാസത്തെയും 2 മാസത്തേക്ക് ഇൻകമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിലെ 60 ദിവസം എടുത്ത് 60 ദിവസമൊന്നും പോരായിരിക്കും. ഒരു ദിവസം ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം, ഒരു ദിവസം ക്ലാസ്സിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അറിയാം. ഇങ്ങനെയുള്ള 60-ൽ കൂടുതൽ ദിവസങ്ങളിലെ വരുമാനമൊക്കെ എടുത്തിട്ടാണ് പല ആൾക്കാരും ഐഫോണിൻ്റെ ഒരു മോഡലൊക്കെ വാങ്ങുന്നത്. എന്തുകൊണ്ടാണ് അവർ ആ ഒരു മോഡൽ വാങ്ങുന്നത്? അവർ പറയുന്നു, നീണ്ട ഒരു ലിസ്റ്റ് പറയാനായിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് നല്ല ഡാറ്റ സെക്യൂരിറ്റി വേണം, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ വളരെയധികം സേഫായിട്ട് യൂസ് ചെയ്യണം, അതേപോലെ തന്നെ എനിക്ക് മികച്ച ക്യാമറ വേണം. നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിക്ക്, മിഡിൽ ക്ലാസ്സിലുള്ള ഒരു വ്യക്തിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻപുട്ടും ഈ ഒരു ഫോൺ അല്ലെങ്കിൽ ഈ ഒരു പർച്ചേസ് നൽകണമെന്നൊന്നുമില്ല. ബാക്കിയുള്ള ഫോണുകളൊക്കെ വിളിക്കാൻ പറ്റും, അതിനകത്തും സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്കും ബേസിക്കായിട്ട് ആവശ്യം ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് വാങ്ങാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊരു ട്രാപ്പാണ്. ഇനി ബേസിക്കായിട്ട് മിഡിൽ ക്ലാസ് ട്രാപ്പിൽ പെട്ടുപോകുന്ന കുറേയധികം ആൾക്കാരുടെ അല്ലെങ്കിൽ കുറേയധികം ആളുകളുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാം. ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നമ്മളുടെ ചില ഫിനാൻഷ്യൽ ഡിസിഷൻസ് പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു റീസൺ, നമ്മളും നമ്മളുടെ കുടുംബവും സുരക്ഷിതമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. റിലേഷൻഷിപ്പ്, നിങ്ങൾ ഏത് വലിയ കാമുകന്മാരാണ്, ഭയങ്കര സ്നേഹമുള്ള കപ്പിൾസ് ആണെന്നുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. മിഡിൽ ക്ലാസിൻ്റെ ഇൻകം ഗ്രോത്ത് എന്ന് പറയുന്നത് വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ മിഡിൽ ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ദീർഘകാലം ചെലവുകൾ കുടുംബനാഥൻ മാത്രമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് വിദ്യാഭ്യാസം കൊടുത്ത് മക്കളെയൊക്കെ ജോലിയിൽ കയറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറേണ്ടതുള്ളതുകൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴിയും അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരേതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിലേക്കൊക്കെ കയറാനായിട്ട് നിർബന്ധിതരാവാറുണ്ട്. ഇങ്ങനെ കയറുന്ന ആൾക്കാർ പലപ്പോഴും വലിയ സ്കില്ലുള്ള ആളുകളായിരിക്കില്ല, കാരണം അവർക്ക് സ്കില്ല് നേടാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. വലിയ ക്വാളിഫിക്കേഷൻസ്, എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള ആളുകളായിരിക്കില്ല. അപ്പോൾ കയറുന്ന സമയത്ത് വളരെ ലോ ആയിട്ടുള്ള ഒരു സാലറി ആയിരിക്കും. ഈ ഒരു സാലറി ഇങ്ങനെ കയറി ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ കുറേയധികം കാലം എടുക്കും. ഈ ഒരു കാലത്തിൽ തന്നെ ആയിരിക്കും ഇവരുടെ വിവാഹം, ഇവരുടെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസമൊക്കെ കടന്നു വരുന്നത്. ജോലി കിട്ടുന്നത് 22ാമത്തെ വയസ്സിലാണെങ്കിൽ 25-ൽ വിവാഹം നിർബന്ധമാണ്. ഈ ഇൻകം എത്രത്തോളം കയറിയിട്ടുണ്ടാവും? 10,000 15,000-ലൊക്കെയാണ് പലപ്പോഴും ഇവിടെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ പോലും അവരുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരു വലിയ ട്രാപ്പാണ്. ഇതുപോലുള്ള ഒരു ഇൻകമാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. പക്ഷേ നിങ്ങൾ ബിടെക്കാരനാണ്, നിങ്ങൾക്ക് ഉന്നത ബിരുദമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിരുദാനന്തരമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങൾ ട്രാപ്പിലാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ബ്രെഡ് വിന്നർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നു. പിന്നീടുള്ളത് കോസ്റ്റ് ഓഫ് ലിവിങ് പ്രഷറാണ്. ഞാൻ മുന്നേ പറഞ്ഞ ഒരു സംഗതി, നിങ്ങളുടെ 60 ദിവസത്തിന് മുകളിലുള്ള വരുമാനം നിങ്ങളൊരു ഫോണിലേക്ക് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനത്തിൽ കൂടുതൽ പലപ്പോഴും നിങ്ങളുടെ ആനുവൽ ഇൻകത്തിൻ്റെയൊക്കെ ഡബിള് പലപ്പോഴും നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഒരു ചിലവാണ്. പലപ്പോഴും അവൻ്റെ ആ ഒരു ഫാമിലി പ്രഷർ കാരണം, സൊസൈറ്റിയിൽ പ്രഷർ കാരണം അവൻ്റെ 2-3 വർഷത്തെ ആ ഒരു വരുമാനത്തിന് തുല്യമായിട്ടുള്ളൊരു തുക ലോൺ റോൾ ചെയ്തു അവൻ ആ ഒരു വിവാഹം നടത്തുന്നു. അതേപോലെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരനാണ്, വിവാഹം കഴിക്കാനായിട്ട് ഒരു വീട് വേണം, വിവാഹം കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു കാറ് വേണം. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇത്ര സ്വർണവും ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കണം. അത് അവിടുത്തെ ഒരു പ്രഷർ. ഈ പറയുന്ന പ്രഷറിനനുസരിച്ചിട്ട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത്? അല്ലല്ല. അത് ആകെ മൊത്തത്തിൽ തകിടം മറിയുന്ന തരത്തിലേക്ക് ഭീകരമായിട്ടുള്ള ലോൺ ഉള്ളൊരു വ്യക്തിയായിരിക്കും പലപ്പോഴും പല ആളുകളും വിവാഹം കഴിക്കുന്നത്. പിന്നീട് ഒരു ഫാമിലി ആവുന്ന സമയത്ത് മൊത്തം റോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എക്സ്ട്രാ ഇൻകം സോഴ്സിന് വേണ്ടി ആളുകൾ ട്രൈ ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കാവും. അന്ന് നമ്മളുടെ കൂടെ ഈ ഒരു സ്പെൻഡിങ്ങിന് വേണ്ടി കൈയടിച്ചിട്ടുള്ള ആൾക്കാരും നമ്മളെ പ്രഷർ ചെയ്തിട്ടുള്ള ആൾക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നമ്മളിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ നമ്മൾ കംഫർട്ടബിൾ ആവില്ല. അടുത്തത് റിസോഴ്സസ് ഇല്ല എന്നുള്ളതാണ്. ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ അങ്ങനെയാണ്. കാരണം അവന് വിദേശത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവന് ലോൺ എടുക്കാതെ പോകാനായിട്ട് പറ്റില്ല. അവനൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മിഡിൽ ക്ലാസ്സുകാരനായിട്ടുള്ള അപ്പ് ആൻഡ് ഡെയിൽ സേവിങ്സ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതേപോലെ അവന് ദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ പഠിച്ച് അല്ലെങ്കിൽ സ്കില്ല് നേടിയിട്ട് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സാവകാശമില്ല. ഇങ്ങനെ പല
കാര്യങ്ങളിലും റിസോഴ്സസ് ഇവന് ആക്സസിബിൾ അല്ല എന്നുള്ളതാണ് വലിയൊരു റീസൺ. നമുക്കറിയാം MBBS, വിദേശ പഠനം എന്നീ കാര്യങ്ങളൊക്കെ മിഡിൽ ക്ലാസ്സുകാരൻ ഒരു കാലം വരെ ഒന്നും അടുത്ത് പോലും പോയി നോക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് ജോലിയിലേക്ക് കയറേണ്ടതുണ്ട്. ഈ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാനായിട്ടോ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനായിട്ടോ ഒക്കെ സാധാരണക്കാരന് പറ്റാത്തതുകൊണ്ടാണ് ഗവൺമെൻറ് സീറ്റുകളിലേക്ക് പോലും അവൻ ഒരു കാലം വരെയൊക്കെ നോക്കാതിരുന്നത്. അപ്പോൾ ഇത് റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ആ ഒരു സമയത്തൊക്കെ അത്യാവശ്യം റിസോഴ്സസ് ഉള്ള വീട്ടിൽ നിന്നുള്ള എബോവ് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ ഈ പറയുന്ന ഓപ്ഷൻസ് ഉപയോഗിക്കുകയും അവർ ആ ഒരു ക്ലാസ്സിൽ നിന്ന് മാറുകയും ചെയ്തു. എക്കണോമിക് ഷോക്സ് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് 50,000 രൂപ സാലറി ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർ വേറെ ജോലികൾക്കൊക്കെ പോയി, പ്രൈവറ്റ് സെക്ടർ ജോലിക്കൊക്കെ പോയി ഇപ്പോൾ ചെറിയ കൃഷിയൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. 50,000 രൂപ സാലറി ഉണ്ട്. നമ്മുടെ നാട്ടിൽ 50,000 രൂപ സാലറി എന്നൊക്കെ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ സാലറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഈ 50,000 രൂപ സാലറിക്ക് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഒരു 25,000 രൂപ EMI ഇട്ട് ഒരു വീട് അങ്ങോട്ട് വയ്ക്കാം, നല്ലൊരു വീട് വെക്കാം. 25,000 രൂപ EMI ഇട്ട് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1,500 സ്ക്വയർ ഫീറ്റ് വീട്, ഈ അച്ഛൻ അമ്മയൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു 1,500 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. ഒരു കാർ അങ്ങോട്ട് വാങ്ങാം, ഒരു 10,000 രൂപയിൽ താഴെ ഒരു EMI ഇട്ട് ഒരു കാർ വാങ്ങാം. 10,000 രൂപയിൽ താഴെ EMI ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു കാർ കിട്ടും? ഒരു ചെറിയ ഹാഷ് ബാഗ് മാത്രമേ കിട്ടാൻ വഴിയുള്ളൂ. 7 വർഷത്തേക്ക് EMI ഇട്ടാലും. അപ്പോൾ എത്രയായി? നമുക്ക് 35,000-ഓളം രൂപ ഒരു മാസം EMIയിലേക്ക് പോയി. പിന്നീട് നമ്മൾ വീട്ടിൽ ഒരു ചെറിയ AC വാങ്ങിച്ച് വെക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും EMI ഉണ്ട്, ഒരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻകത്തിൻ്റെ ഭൂരിഭാഗം എമൗണ്ട് ആ ഒരു ചെലവിലേക്ക് പോയി. ഇത് ഞാൻ പറഞ്ഞത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെയുള്ള പല സാധാരണക്കാരും അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ നമ്മൾ ചിന്തിക്കാത്ത വേറെ സംഗതികളുണ്ട്. വീട്ടിലെ ചെലവുകൾ, അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ആരോഗ്യം, വീടിൻ്റെ മെയിൻ്റനൻസ്, വണ്ടിയുടെ മെയിൻ്റനൻസ്, അതിൻ്റെ ഇൻഷുറൻസ് റിന്യൂവൽ പോലുള്ള കാര്യങ്ങൾ, ബേസിക് ബിൽസ്, ഫുഡ്, അവരുടെ പേഴ്സണൽ എക്സ്പെൻസുകളിലേക്ക് അവർക്ക് കൊടുക്കേണ്ട തുക, ഇതൊന്നും പലപ്പോഴും ഇവിടെ ഈ 50,000 രൂപ സാലറി കിട്ടുന്ന ഒരു ബ്രെഡ് വിന്നർ ആയിട്ടുള്ള ചെറുപ്പക്കാരന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. ഇതിനിടയിൽ ഒരു അസുഖം വരികയാണ്, ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള പല ചെറുപ്പക്കാരും അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്കൊന്നും പലപ്പോഴും പോവാത്തത് ഞാനിങ്ങനെ ഭീതിയോടെ ആലോചിക്കാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, അവർക്ക് ഇൻഷുറൻസ് ഇല്ല എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊരു ടഫാണെന്നറിയോ? അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് ഒരു അസുഖമൊക്കെ വരികയാണ്, ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരികയാണ്, കുറേ ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. മുഴുവൻ താളം തെറ്റില്ലേ? ആ താളം തെറ്റിയ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് തിരികെ കയറി വരാനായിട്ട് പറ്റുമോ? അപ്പോൾ മിഡിൽ ക്ലാസ്സുകാരൻ പേടിക്കേണ്ടത് ഈ ഒരു ഫിനാൻഷ്യൽ ഷോക്കുകളെയാണ്. അപ്പോൾ അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അത് വരുമ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് താഴെ നിന്ന് ഡിസിഷൻസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് അഫക്റ്റ് ചെയ്യാതിരിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 25,000 രൂപ EMI ഇട്ട് ഒരു വീട് നിർമ്മിക്കുന്നത് സേഫാണോ? അല്ല. അത് ഒരു 10,000-ൽ നിർത്തുകയാണ് ഏറ്റവും സേഫ്. അപ്പോൾ 10,000-ൽ കിട്ടുന്ന തരത്തിലേക്കുള്ളൊരു വീട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇതൊക്കെ ഞാൻ വളരെ സൂപ്പർഫിഷ്യലായിട്ട് പറയുന്നതാണ്. ഇതിനകത്തൊക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. പിന്നീട് കോമൺ ആയിട്ടുള്ളത് ഈ കടങ്ങളാണ്. ചിട്ടി ഉണ്ടായിരിക്കും, കുഞ്ഞു കുഞ്ഞ് ലോൺ ഉണ്ടായിരിക്കും. മുന്നേ ഞാൻ പറഞ്ഞ വീടിൻ്റെ EMI ഉണ്ടായിരിക്കും. ആ ഒരു വീടിൻ്റെ EMI എന്ന് പറയുമ്പോൾ ആ ഒരു എമൗണ്ടിന് ആ ഒരു വീട് തീരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ചിട്ടി പിടിച്ചിട്ടുണ്ടായിരിക്കും, ഗോൾഡ് ലോൺ ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഈ 50,000 സാലറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് കിട്ടും. അതിൻ്റെ ബില്ല് ഇങ്ങനെ ഭീകരമായിട്ട് വരാറുണ്ടാവും. ഇങ്ങനെയുള്ള കുറേയധികം കടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പലപ്പോഴും ഒരു വീടിൻ്റെ ലോൺ എടുക്കുകയാണ്, ഒരു കാറിൻ്റെ ലോണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദീർഘകാലമാണ് അതിൻ്റെ അടവ് വരുന്നത്. അപ്പോൾ അത്രയും കാലം നമ്മൾ ഈ ഒരു കടക്കണിയുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അത്ര കടമുള്ളൊരു മനുഷ്യനായിട്ടാണ് നമ്മൾ ആ ഒരു കാലം ജീവിക്കുന്നത്. അവിടെ നമുക്കൊരു ഫ്രീഡം ഇല്ല, നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഫ്രീഡം ഇല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമില്ലേ, ഒരു ചെറിയ വീട്, ഒരു ചെറിയ കാറ്, ഒരു 2 വീലർ, വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, എല്ലാവരുടെ ക്ഷേമം, ഇത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണോ? പറയുമ്പോൾ സിമ്പിളാണ് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണോ? അപ്പോൾ പല ആളുകളും ഇവിടെ ഒരു മാസം 25,000-ന് മുകളിലേക്കുള്ള ബാധ്യത അടച്ചു തീർക്കുന്ന അങ്കലാപ്പിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മാസം താളം തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോവുകയും അതിൻ്റെ മുകളിൽ പലിശയും പലിശയുടെ പലിശയും ഭീഷണിയൊക്കെ ആയിട്ട് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇതൊന്ന് അറിഞ്ഞു വെക്കുക, നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളുടെ ക്ലാസ്സിൻ്റെ തൊട്ട് താഴെ നിൽക്കാനായിട്ട് ശ്രമിക്കും. പർച്ചേസിങ്ങിൽ ഞാൻ എടുക്കാറുള്ള ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം ഒരു കാര്യം പർച്ചേസ് ചെയ്യാനായിട്ട് ആലോചിക്കുക എന്നുള്ളതാണ്. 3 മാസം ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത്. പിന്നെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതാണ് പലപ്പോഴും നമുക്ക് വലിയ ബാധ്യതകൾ ഉണ്ടാക്കുന്നത്. എൻ്റെയും പല ബാധ്യതകളുടെയും റീസൺ ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ സേഫ് ആണോ എന്ന് വിചാരിച്ചിട്ട് മാത്രം അതിൻ്റെ കാര്യത്തിലേക്ക് പോവുക. പിന്നെ എപ്പോഴും നമ്മളൊരു ബാക്കപ്പ് പ്ലാൻ ഇടുക. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ബാധ്യതകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് പലതും എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ എൻ്റെ വാഹനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ ഇഷ്ടം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു സ്ട്രെസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാം,
ഒഴിവാക്കുന്ന സമയത്ത് എനിക്ക് അത്ര EMI കുറഞ്ഞ് കിട്ടും. അത് ഡിമിനിഷിങ് റേറ്റിലായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അടയ്ക്കുമ്പോൾ കുറഞ്ഞു വരുന്ന റേറ്റിലായതുകൊണ്ട് അപ്പോഴുള്ള ബാധ്യത എത്രയാണോ അപ്പോൾ ബാക്കിയുള്ള എത്രയാണോ അത് അടച്ചു തീർത്താൽ മതി. അത് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല, നമുക്കത് കൊടുക്കുമ്പോൾ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇനിയിപ്പോൾ എൻ്റെ വീടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട് നാട്ടിലാണ്, ഞാൻ നാട്ടിലല്ല. അപ്പോൾ വീട്ടിൽ എപ്പോഴും ആളില്ല, അതെപ്പോഴും പൂട്ടി കിടക്കുന്ന ഒരു വീടാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ സേഫ് ആവാം. ഇങ്ങനെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറയുന്ന പ്ലാനെങ്കിലും മിനിമം നമുക്ക് വേണം. ചില ആളുകളൊക്കെ കണ്ണും പൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോഴത്തേന് ഭയങ്കര പേടി തോന്നാറുണ്ട്. പല ആളുകളും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ധൈര്യമാണ് ഇവർക്ക് എന്ന് ആലോചിച്ചു. പക്ഷേ അത് ആക്ച്വലി ധൈര്യമല്ല. അത് പലപ്പോഴും ഒരു കടത്തിൽ നിന്ന് മറ്റൊരു കടത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള തത്രപ്പാടിനിടയിൽ ആലോചിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെയാണ് പല ആൾക്കാരും വലിയ കടക്കാരായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നന്ദി.